ഇന്ന് നമുക്ക് പച്ച കുരുമുളക് അരച്ച് ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ ചിക്കനാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ച കുരുമുളക് എടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഉള്ളി ചേർക്കുവാണ്. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഉള്ളി ചേർക്കുവാണ്. ഉള്ളിക്ക് പകരം നമുക്ക് സവോള വേണേലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ്. 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പച്ച കുരുമുളകിൻ്റെ ഒരു കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ട് ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് അരപ്പൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണ്. തക്കാളിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഈ ഒരു മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചൊരു വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുവാണ്. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മുടെ ടേസ്റ്റും ഫ്ലേവറൊക്കെ അനുസരിച്ചിട്ട് ഗരം മസാല ചേർക്കാം. ഞാനിതിലേക്ക് ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർക്കുവാണ്. ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് വീണ്ടും ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പച്ച കുരുമുളക് അരച്ച് ചേർത്തിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.